അർജുൻ, പലപ്പോഴും ഡൽഹിയിൽ ഈ പ്രകമ്പനങ്ങൾ പതിവാണ്. പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഭൂകമ്പത്തിന്റെ ഭാഗമായി പ്രകമ്പനങ്ങൾ ശീലമുണ്ട്. പക്ഷെ അപ്പോൾ നേപ്പാളിലടക്കമുണ്ടായ ഭൂചലനത്തിന്റെ സമയത്തും ഡൽഹിയിൽ ഇത്തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഡൽഹിയിൽ തന്നെയാണ് പ്രഭവ കേന്ദ്രം എന്നതാണ് ഒരു പ്രത്യേകത. തുടർ ചലനങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? നാശനഷ്ടങ്ങൾ ഉണ്ടായതായി എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഇത് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയട്ടെ. പിന്നീട് ഇങ്ങോട്ട് തുടർചലനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതുവരെയും നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ മോത്തിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രഭവ കേന്ദ്രം ഡൽഹി ആയതാണ് ഇത്രത്തോളം വലിയൊരു കുലുക്കം ഉണ്ടാവാനുള്ള സാധ്യത, തീവ്രത ഇത്രത്തോളം കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം ഈ പ്രഭവ കേന്ദ്രം ഡൽഹി ആയതുകൊണ്ടാണ്. ഭൂപരിതലത്തിൽ നിന്ന് 5 കിലോമീറ്റർ താഴ്ചയിലാണ് ഈ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. അതിന്റെ ഒരു തീവ്രത കാരണം അത്രത്തോളം അടുത്ത് നിൽക്കുന്ന സർഫസുമായിട്ട് അതിന്റെ തീവ്രതയുണ്ടായി. ധോലക്കോൺ എന്ന് പറയുന്ന എയർപോർട്ടുമായിട്ടെല്ലാം തന്നെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ധോലക്കോൺ. ഈ ധോലക്കോണാണ് യഥാർത്ഥത്തിൽ ഈ ഭൂചലനം ഉണ്ടായ പ്രഭവ കേന്ദ്രം. പിന്നെ അതിന്റെ വാക്യവത്വം അല്ലെങ്കിൽ പ്രകമ്പനം ഈ രാജ്യ തലസ്ഥാന മേഖലയിൽ ആകെ തന്നെ ഉണ്ടായിരുന്നു. ആളുകളൊക്കെ വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു. വെപ്രാളം ഉണ്ടായി. കാരണം 5:30 എല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് വീടിനകത്ത് കട്ടിലും ഫാനും എല്ലാം തന്നെ കുലുങ്ങുന്നു. പെട്ടെന്ന് ഇറങ്ങി ഓടുക എന്നല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. കാരണം തുടർചലനം ഉണ്ടാകുമോ എന്നുള്ള ഭയം, കെട്ടിടങ്ങളാണ് തകരുമോ എന്നുള്ള ഭയം. തുടർച്ചായ സ്ഥലങ്ങളിലേക്ക് ഗ്രൗണ്ടിലേക്കായിരുന്നു ഓടിയിറങ്ങി വന്നത്. പക്ഷേ ഇപ്പോ 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു, തുടർ ചലനങ്ങൾ ഉണ്ടായിട്ടില്ല. അത് വലിയ രീതിയിൽ ആശ്വാസമാണ്. ഉണ്ടായ ഭൂചലനം എന്ന് പറയുന്നത് 5 മുതൽ 10 സെക്കൻഡ് വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു. 4 തീവ്രത. പക്ഷെ അതിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ അപകടങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ വീട് കുലുങ്ങി ചില കട്ടിലും ഫാനും എല്ലാം കുടുങ്ങി ചെറിയ രീതിയിലെങ്കിലും ചില ജനാല ചില്ലുകൾ തകർന്നു എന്നുള്ള കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ രാജ്യ തലസ്ഥാനത്തില്ല. കാര്യങ്ങളെല്ലാം തന്നെ പഴയ രീതിയിലേക്ക്, സ്വാഭാവികമായിട്ടും സാധാരണ ഗതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ ആളുകൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇത്രത്തോളം വലിയൊരു ഒരു കുലുക്കം ഉണ്ടായത് തന്നെയാണ് ആ ഒരു പരിഭ്രാന്തി പടർത്താൻ കാരണമായതും. മാത്രമല്ല ഈ അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ പോലുള്ള അധികൃതരുടെ ഭാഗത്തു നിന്ന് നൽകിയിട്ടുണ്ടോ ജാഗ്രതാ നിർദ്ദേശമോ മുന്നറിയിപ്പോ? ഈ ഭൂചലനം ഉണ്ടായതിന് പിന്നാലെ തന്നെ ആളുകളെല്ലാം തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരണം, കുറച്ചു നേരം കാത്തു നിൽക്കണം എന്നുള്ള തരത്തിൽ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം ഈ തുടർചലനം ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത, ആളുകൾക്ക് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത, ഇതെല്ലാം മുൻകണ്ടുകൊണ്ടാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. പക്ഷെ ആ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. ഡൽഹിയെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു കാര്യമല്ല. പക്ഷെ നേപ്പാളിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടാകുന്ന ഭൂചലനങ്ങളുടെ പ്രകമ്പനങ്ങൾ മാത്രം കണ്ടിട്ടുള്ള, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടിട്ടുള്ള ഡൽഹിയിൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഇത്രത്തോളം തീവ്രതയിൽ പ്രഭവ കേന്ദ്രം തന്നെ ഡൽഹിയായി വരുന്ന ഒരു ഭൂചലനം, അതാണ് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയതും. മുന്നറിയിപ്പുകളെല്ലാം തന്നെ ആ സമയത്ത് 5:30 തന്നെ വന്നു. ആളുകളോടെല്ലാം തന്നെ പുറത്തേക്ക് മാറി തുറസായ സ്ഥലങ്ങളിലേക്ക് വന്ന് നിൽക്കാൻ പറഞ്ഞു, കാത്തു നിൽക്കാൻ പറഞ്ഞു 1 മണിക്കൂർ നേരമെങ്കിലും. എന്തായാലും 1.5 മണിക്കൂർ പൂർത്തിയാകുന്നു, തുടർചലനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. അർജുൻ, ഡൽഹിയിൽ ജനജീവിതം സാധാരണ പോലെ ആയോ? സാധാരണ പോലെയായി. ആളുകളെല്ലാം തന്നെ ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. തിങ്കളാഴ്ചയാണ്. അതിന്റെ എല്ലാം തന്നെ കാര്യങ്ങളിലെല്ലാം ആൾക്കാർ കടന്നു. 6 മണി 6:30 7 മണിക്ക് മുൻപായിട്ട് തന്നെ ആളുകളെല്ലാം പുറത്തു ഉണ്ടായിരുന്ന പരിഭ്രാന്തരായിരുന്ന ആളുകളെല്ലാം വീടിനകത്തേക്ക് കയറി മറ്റു കാര്യങ്ങളിലേക്ക്, ജോലിക്ക് പോകാനും സ്കൂളിലേക്ക് പോകാനും എല്ലാം തിരക്കിലേക്ക് ആളുകൾ കടന്നിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ ശാന്തമാണ്. സാധാരണ നിലയിലേക്ക് രാജ്യ തലസ്ഥാനം മാറിയിട്ടുണ്ട് എന്ന് പറയാം.